നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഒന്ന് നോക്കിയാലോ. നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് വായോ. ദാണ്ട് 2 കപ്പ് വെള്ളത്തിലോട്ട് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടാവേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവനങ്ങ് റെഡിയാവും. പിന്നെ നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാവേ. ഇത് ഇപ്പറയുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണേ. എന്നിട്ട് ദാണ്ട് 2 മുട്ട ഒന്ന് ചിക്കി തോത്തി എടുത്തിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് വേവിച്ച ചിക്കനും കൂടാണ്. എന്നിട്ട് നമ്മളൊരു പാനിലോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുനുകുനാന്നരിഞ്ഞ് നമ്മുടെ ഈ വെളുത്തുള്ളിയിൽ ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതിൽ നിന്ന് ഉള്ളിത്തണ്ട് മാത്രം മാറ്റി ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരുമാതിരി ഒന്ന് കുക്ക് ചെയ്താൽ മതി, ഒരുപാട് വാടിയൊന്നും വരണ്ട. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും അങ്ങ് മിക്സിങ് തുടങ്ങാം കേട്ടോ. ഹൈ ഫ്ലെയിം ഇടാൻ മറക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസില്ലേ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് അങ്ങോട്ട് ഇടുക. ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുക. ഈ ഇളക്കൽ അത്ര രസമുള്ള കാര്യമല്ല, എന്നാലും അങ്ങോട്ട് ഇളക്കുക. ഈ നൂഡിൽസ് നന്നായിട്ട് ചൂടാറിയെങ്കിൽ ഇത് പൊട്ടിപ്പോവാതിരുന്നോളൂ. ഒരുമാതിരിയൊക്കെ മിക്സിങ് തീർന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു 2 സ്പൂൺ സോയാ സോസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കാവേ. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാനേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സിങ് അങ്ങോട്ട് പരിപാടി തുടങ്ങുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ചേറെ കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ജോലി തീർന്നടോ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ് റെഡിയായി. ചൂടോടെ കഴിക്കുന്നെങ്കിൽ മാത്രം ഇത് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് അത്ര ടേസ്റ്റ് കാണത്തില്ല. ചൂടോടെ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും 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 ഇതുണ്ടാക്കി കഴിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.